ഏഷ്യാകപ്പിൽ പാകിസ്ഥാനെ 127 റൺസിലൊതുക്കി ഇന്ത്യ. 9 വിക്കറ്റ് നഷ്ടത്തിലാണ് പാകിസ്ഥാൻ ഭേദപ്പെട്ട സ്കോറിലേക്ക് എത്തിയത്. ഇന്ത്യക്ക് വേണ്ടി കുൽദീപ് യാദവ് 3ഉം അക്സർ പട്ടേലും ബുംറയും 2 വിക്കറ്റ് വീതവും വീഴ്ത്തി. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനീഷ പവാർ ചേരുന്നു. അനീഷ, എങ്ങനെയുണ്ട് കളി? അനായാസ ജയം ഇന്ത്യക്ക് സാധ്യമാണോ? അങ്ങനെ പ്രതീക്ഷിക്കുന്നു ധന്യ. ഏതായാലും ടോസ് നേടി ആദ്യം ബാറ്റിംഗ് തെരഞ്ഞെടുത്തത് പാകിസ്ഥാൻ തന്നെയാണ്. പക്ഷേ പാകിസ്ഥാന്റെ ആ തീരുമാനത്തോട് നീതി പുലർത്താൻ പാകിസ്ഥാന്റെ ബാറ്റർമാർക്ക് സാധിച്ചില്ല, അല്ലെങ്കിൽ ഇന്ത്യൻ ബൗളർമാർ അതിന് സമ്മതിച്ചില്ല എന്ന് പറയേണ്ടി വരും. അതിൽ നിർണായകമായത് ധന്യ സൂചിപ്പിച്ചതുപോലെ തന്നെ അക്സർ പട്ടേലിന്റെയും ഒപ്പം തന്നെ കുൽദീപ് യാദവ്, ബുംറ ഉൾപ്പെടെയുള്ള ഇന്ത്യയുടെ ബോളിംഗ് പടയുടെ മികവ് തന്നെയാണ്. പാകിസ്ഥാന്റെ ബാറ്റർമാരുടെ ഇന്നത്തെ പ്രകടനം പരിശോധിച്ചാൽ സയീം അയ്യൂബും ഒപ്പം തന്നെ ഫർഹാനുമാണ് ഇന്നത്തെയും പോലെ തന്നെ പാകിസ്ഥാന് വേണ്ടി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. ആദ്യ ഓവറിൽ തന്നെ വിക്കറ്റ് നഷ്ടപ്പെടുന്ന സാഹചര്യം, അതായത് ആദ്യം മുതൽ തന്നെ പാകിസ്ഥാൻ പതറി തുടങ്ങി എന്ന നിഷ്പ്രഭം നമുക്ക് പറയാം. അതിൽ സയീം അയ്യൂബ് ഒരു റൺസ് പോലും എടുക്കാനാകാതെ പുറത്തായി. അതിന് പിന്നാലെ തന്നെ ഫർഹാനാണ് കൂടുതൽ ഭേദപ്പെട്ട പ്രകടനം പുറത്തെടുത്ത ഒരു പാകിസ്ഥാന്റെ ബാറ്റർ എന്ന് പറയുന്നത്. ഒരുപക്ഷെ അദ്ദേഹം എടുത്ത 40 റൺസാണ് 127 റൺസ് എന്ന ടോട്ടലിലേക്ക് പാകിസ്ഥാനെ എത്തുന്നതിൽ സഹായകരമായതും. അതിന് പിന്നാലെ വന്ന മുഹമ്മദ് ഹാരിസിന് കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. കാരണം കഴിഞ്ഞ ഒമാനെതിരായ മത്സരത്തിൽ മികച്ച പ്രകടനം പുറത്തെടുത്തവരിൽ ഒരാളായിരുന്നു ഹാരിസ്. പക്ഷേ ഈ മത്സരത്തിൽ 3 റൺസ് മാത്രമാണ് ഹാരിസിന് നേടാൻ സാധിച്ചത്. മറ്റു ബാറ്റർമാരെ നോക്കുമ്പോൾ സമാൻ ഒപ്പം തന്നെ ക്യാപ്റ്റൻ സൽമാൻ അഗീക്കും കാര്യമായി ഒന്നും ചെയ്യാൻ സാധിച്ചതുമില്ല. 3 റൺസാണ് അദ്ദേഹവും പാകിസ്ഥാന് വേണ്ടി സമ്മാനിച്ചത്. ഒപ്പം തന്നെ പിന്നാലെ വന്ന ഹസൻ നവാസും ഒപ്പം തന്നെ മുഹമ്മദ് നവാസും ചെറിയ സ്കോറുകൾക്ക് തന്നെ പുറത്തായി. മുഹമ്മദ് നവാസിന് 0 റൺസാണ് ബോർഡിലുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട ബാറ്റർ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബാറ്റിംഗിൽ മികവ് പുലർത്തിയത് ഷെയ്ൻ അഫ്രീഡിയാണ്. അതിൽ തന്നെ 33 റൺസാണ് എടുത്തത്. അവസാന ഓവറിൽ 2 സിക്സറുകൾ അടിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ ഇന്നിംഗ്സ് അവസാനിപ്പിച്ചതും. ശരി അനീഷ, ആദ്യ 2 പന്തിൽ 10 റൺസ് ഇന്ത്യ അടിച്ചു എന്നുള്ള അവസാന വിവരങ്ങളാണ് ലഭ്യമാകുന്നത്. അനീഷയാണ് വിശദാംശങ്ങൾ നൽകി.